അല്ല സാറേ, ആഹാരമൊക്കെ എല്ലാം കഴിക്കാം. പക്ഷെ ഉപ്പും എണ്ണയിൽ വറുത്ത സാധനങ്ങളും അധികം കഴിക്കണ്ട. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തോടാ. മിറാക്കിളല്ലേ സംഭവിച്ചത്. ഇപ്പൊ നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ശ്രീലക്ഷ്മി സുഖം പ്രാപിച്ചു. അതിന്റെ കാരണം നിങ്ങൾ എല്ലാവരും ശ്രീലക്ഷ്മിക്ക് കൊടുത്ത പ്രത്യേക കെയർ തന്നെയാണ്. ഞങ്ങളല്ല ഡോക്ടറെ, ശരിക്കും രവി സാറിന് സാമീപ്യം തന്നെയാ അതിന് കാരണം. സാറ് മോളുടെ അടുത്ത് സദാസമയം ഉണ്ടായിരുന്നു. ഞങ്ങള് പോലും മോളെ ഇങ്ങനെ നോക്കിയിട്ടില്ല. അതെ ഡോക്ടറെ, രവി സാർ അത്രയ്ക്ക് കാര്യമായിട്ടാ മോളെ നോക്കിയത്. ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് ശ്രീലക്ഷ്മിയുടെ ഭാഗ്യം. സർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്ത് എന്നെ വിളിച്ചാൽ മതി. ഓ, താങ്ക് യു. ശരി. രാജാറാം, ഡോക്ടർ പ്ലീസ്. സാർ, മോൾ ഇത്രയും പെട്ടെന്ന് സുഖാവുന്ന ഞങ്ങളും കരുതിയില്ല. ഡോക്ടർ എന്ന മരുന്നിനേക്കാളും സാറ് നൽകിയ സ്നേഹമാണ് മോളെ നമുക്ക് തിരിച്ചു കിട്ടിയത്. അയ്യോ, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞാനെന്തോ വലിയ കാര്യം ചെയ്ത പോലാണല്ലോ. ശ്രീലക്ഷ്മി എന്റെ ഭാര്യയാണ്. ഭാര്യയെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ കടമയല്ലേ? ഞാനത് ചെയ്തു, അത്രേ ഉള്ളൂ. സാറിന് ഞങ്ങൾക്ക് കിട്ടിയതും മോൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതും എല്ലാം കരിക്കോത്തിയമ്മയുടെ അനുഗ്രഹ. ആന്റി പറഞ്ഞത് നേരാ. ശ്രീലക്ഷ്മി കാരണം സാറിനെ പോലെ ഒരാളെ ഈ നീരേറ്റ് കോളനിയിൽ കിട്ടിയില്ലേ? അപ്പോ ഞങ്ങളും ഭാഗ്യമുള്ളവരാ. ശരിയപ്പോ ഞാൻ പോയിട്ട് വരാം. ശ്രീയുടെ കാര്യം അറിയാൻ ദീപു അവിടെ കാത്തിരിക്കുക. ശ്രീലക്ഷ്മി, ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടരുത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. എനിക്ക് കുറച്ച് പണിയുണ്ട്. പോയിട്ട് ഞാൻ വൈകിട്ട് വരാം. അയ്യോ, സാറ് പോവാണോ? അതെ സരോജമ്മേ, എത്ര ദിവസമാണ് രാജാറാമൻ സാൻഡ്രയും കൂടെ ഓഫീസ് മാനേജ് ചെയ്യുന്നത്. ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയ അവർക്കൊരു ആശ്വാസവും. കുറെ പെൻഡിങ് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ശ്രീലക്ഷ്മി ഇനി സരോജാമ്മയും ശ്രീലക്ഷ്മിയുടെ അച്ഛനും വേണം നോക്കാൻ. സമയത്തിന് ആഹാരവും ടാബ്ലറ്റ്സും കൊടുക്കാൻ മറക്കണ്ട. ടിവിയും മൊബൈലും അധിക സമയം നോക്കാൻ സമ്മതിക്കണ്ട. അതുപോലെ തന്നെ ഐസ്ക്രീമും ജങ്ക് ഫുഡും ഒന്നും കഴിക്കാൻ അനുവദിക്കണ്ട. നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ ശ്രദ്ധിക്കണം. എന്താ രവി, സ്വന്തം മകളെ എങ്ങനെ നോക്കണമെന്ന് അച്ഛനമ്മമാരെ പഠിപ്പിച്ചു കൊടുക്കണോ? അതൊക്കെ അവർ നോക്കിക്കോളൂ. അയ്യോ രാജാവ് സാറേ, ശ്രീ ഇപ്പൊ ഞങ്ങളുടെ മോള് മാത്രമല്ലല്ലോ, സാറിന്റെ ഭാര്യ കൂടിയല്ലേ. അതാണ് ഇത്രയും ശ്രദ്ധ. ഓ, സാറേ, സാറ് സമാധാനായിട്ട് പോയിട്ട് വാ. ശ്രീയെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. ശരി സാർ. ശ്രീലക്ഷ്മി, ഞാൻ വിളിക്കാം. സർ, നാളെ മുതൽ ഞാൻ ഓഫീസിലേക്ക് വരട്ടെ? ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ശ്രീലക്ഷ്മി, ഡോക്ടർ പറഞ്ഞു താൻ ആദ്യം കേട്ടതല്ലേ? റെസ്റ്റ് എടുക്കണ്ടേ? ആദ്യം ഡോക്ടർ പറഞ്ഞത് പേഷ്യന്റ് അനുസരിക്കണം, എന്നാലേ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലമുണ്ടാവും. ഇനി അഥവാ തനിക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണയും ദീപുമായിട്ട് സംസാരിക്കും. ഓക്കെ? ശരി സർ. ഗുഡ് ഗേൾ, ടേക്ക് കെയർ. അപ്പോ ഞങ്ങൾ ഇറങ്ങാം. ആയിക്കോട്ടെ. വേണ്ട വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. ശ്രീലക്ഷ്മിയുടെ അടുത്തിരുന്നു. കൂടുതൽ പുകഴ്ത്തണ്ട. ഇതൊന്നും ലോകത്താരും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എന്റെ കടമ ചെയ്തു. ദാറ്റ്സ് ഓൾ.
എന്റെ രവി സ്നേഹിക്കുന്നവരെ കൈവിടില്ല. ശ്രീലക്ഷ്മി ഭാഗ്യവതിയാ. രവി, നിന്നെ ഇങ്ങനെ കാണുമ്പോ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നോ. പക്ഷേ ഏത് പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ നേരിടുന്ന നീ ഒരു നിമിഷം എല്ലാ മനോധൈര്യവും നഷ്ടപ്പെട്ട് ആ മുറിയുടെ ഇരുട്ടിലേക്ക് വീണ്ടും പോയതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. രാജാറാം എല്ലാം എന്നോട് പറഞ്ഞു. അമ്മ, അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന്. ശ്രീലക്ഷ്മി ഇനി എന്നോടൊപ്പം ഉണ്ടാകില്ല. അവളുടെ ശബ്ദം ഇനി എനിക്ക് കേൾക്കാൻ കഴിയില്ല. അവളെ ഒരിക്കലും ഇനി എനിക്ക് കാണാൻ കഴിയില്ല. അത്തരം ചിന്തകളൊക്കെ എന്റെ മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞമ്മേ. തളർത്തിയിരിക്കാം രവി. കാരണം ശ്രീലക്ഷ്മി നിനക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടവളാണെന്ന് എനിക്കറിയാം. അവൾ വിട്ടുപോകുമോ എന്നുള്ള ഭയം. പക്ഷേ ആ ചിന്തകളിൽ നീ എടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതൊരവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരു ശക്തിക്കും നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ കഴിയില്ല. തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ഐ എം സോറി അമ്മ. വിഷമങ്ങളൊന്നും സഹിക്കാനാകാതെ വന്നപ്പോ ഞാൻ അറിയാതെ ചെയ്തു പോയത്. അത് നിങ്ങളെല്ലാം വിഷമിപ്പിക്കുമെന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചില്ല. അതിന് ക്ഷമ ചോദിക്കുകയല്ല വേണ്ടത്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അങ്ങനൊരു തീരുമാനം എടുക്കില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണം. ഇനി ഒരിക്കലും സങ്കടം മറക്കാൻ ആ മുറിയിലെ ഇരുട്ടിൽ അഭയം തേടില്ല എന്നും എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം നീ. അമ്മ, ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. സഞ്ചരിക്കുന്ന വഴികളിൽ കല്ലും മുള്ളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും. വിധിയെ മാറ്റിമറിക്കാൻ ഒരാൾക്കും കഴിയില്ല. സഹിക്കാനാകാത്ത വിഷമങ്ങൾ വരുമ്പോ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കുറച്ച് സെക്കൻഡുകൾ, അതിൽ ഒരു സെക്കൻഡിലുണ്ടാകുന്ന ഒരു ശബ്ദം മതി നമ്മളുടെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ. അരുവി, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ശരി. മതി കൃഷ്ണൻ. അതെന്താ? വേണ്ടാത്തോണ്ടാ. രവി സാറ് തന്നാലേ നീ കഴിക്കൂ. സാറ് തരുമ്പോ വേണ്ടാന്നൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ചിരിക്കണ്ട. ഇത് മുഴുവനും കഴിച്ച് ടാബ്ലറ്റും കഴിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അങ്കിളും ആന്റി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. പിന്നെ വലിയ ജാട കാണിച്ചാലേ രവി സാറിനെ ഇപ്പൊ തന്നെ ദീപ. ഈശ്വരിയമ്മ ഒന്നിവിടം വരെ വന്നിരുന്നെങ്കിലെന്ന് ഞാൻ മനസ്സിലോർത്തു. ആ മനസ്സ് ഞാൻ കണ്ടെന്ന് കൂട്ടിക്കോളൂ. എനിക്ക് ചിലത് അറിയാനുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും രവിക്കും ശ്രീലക്ഷ്മിക്കും ഒരുമിച്ച് ഈ വീട്ടിൽ വന്ന് കയറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
എന്തൊക്കെയോ തടസ്സങ്ങളാണ്. ശാന്തി മുഹൂർത്തം ഇനിയും വൈകിയാൽ നല്ലതല്ലെന്ന ജ്യോത്സ്യര് പറഞ്ഞിരിക്കുന്നു. പൗർണമി ദിവസത്തിൽ നിങ്ങളുടെ മകനും ഭാര്യയും ഭാര്യാഭർത്തൃബന്ധത്തിലേക്ക് പ്രവേശിക്കണം. അതായത് ഇന്നത്തെ സൂര്യാസ്തമയം കഴിഞ്ഞാൽ പൗർണമി ദിവസമായ നാളത്തെ സൂര്യാസ്തമനത്തിൽ ശാന്തി മുഹൂർത്തം നടന്നിരിക്കണം. പല പല തടസ്സങ്ങളാൽ ഇനിയും നീണ്ടുപോകാൻ അനുവദിച്ചുകൂടാ. സതീദേവി പാർവതിയായി പുനർജനിക്കും വരെ തപസ് ചെയ്ത മഹാദേവനെ പോലെ അവിടുത്തെ മകൻ 20 വർഷങ്ങൾ തന്റെ പത്നിയെ കാത്തിരുന്നു കഴിഞ്ഞു. ഇനിയും കാലതാമസമുണ്ടായാൽ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകും. കുടുംബകലഹത്തിനും അതുമൂലം മനക്ലേശത്തിനും അത് കാരണമായി തീരും. പക്ഷേ ഈശ്വരിയമ്മേ, ശ്രീലക്ഷ്മിയോട് ഡോക്ടർ പറഞ്ഞത് അധികം യാത്ര ചെയ്യാതെ വിശ്രമിക്കാനാണ്. വയ്യാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് മാറുമ്പോൾ അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു പേടിയുമുണ്ട്. ഈ ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ഈ വീട്ടിലേക്ക് വരേണ്ടവൾ ഇവിടെ തന്നെ വന്നെത്തും. ശരീരം മാത്രം അവിടെയും ആത്മാവ് കുടിയിരിക്കുന്നത് ഇവിടെയുമാകുമ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. എത്രയും വൈകാതെ ഒന്നാകേണ്ടവർ ഒന്നായി തീരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ബാക്കിയെല്ലാം ഈശ്വര സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രകാശം പരത്തുന്ന വിളക്കുമായി മഹാലക്ഷ്മിയെപ്പോലെ ഈ വീടിന്റെ പടികടന്നവൾ വരണം. എന്നാലേ ഈ പുനർജന്മം കൊണ്ടുള്ള കാത്തിരിപ്പിന് ഫലമുണ്ടാകൂ. ആ കർമ്മത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളുക. തടസ്സങ്ങൾ ഉണ്ടാകാതെ സർവേശ്വരൻ നോക്കിക്കൊള്ളും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ മഹാമായി, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മരുന്നെടുക്കാൻ സമയമായല്ലോ. ശ്രീരച്ച, ശ്രീരച്ച, ഒന്ന് എഴുന്നേറ്റ് വന്നേ, വരാൻ. ശ്രീലക്ഷ്മി എന്നിട്ട് ശ്രീലക്ഷ്മി ഇങ്ങോട്ട് വാ. ശ്രീലക്ഷ്മി എന്നിട്ട് മരുന്ന് കഴിക്കുന്നു. കഴിച്ചു. നിൽക്കണം. തൂഫാനായക വരാൻ പോകുന്ന കൊടുങ്കാറ്റിലും അതുമൂലമുണ്ടാകുന്ന പ്രളയത്തിലും നീ മുങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥനയല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നിനും സാധ്യമല്ല എന്ന് നീ ഓർക്കുക. തൂഫാനായക, കൊടുങ്കാറ്റ് വരാൻ പോകുന്നതേയുള്ളൂ. ആ കൊടുങ്കാറ്റിൽ കാലിടറാതെ പതറാതെ ആത്മധൈര്യത്തോടെ നീങ്ങിയാൽ
വിജയം നിശ്ചയം. തൂഫാനായക, തൂഫാനായക. ഇതെന്റെ വയറ്റിപ്പിഴപ്പിനായി പറയുന്നതല്ല. മുകളിലുള്ളവന്റെ അടയാളങ്ങൾ കാട്ടിത്തരാൻ വന്നവനാണ് ഞാൻ. തൂഫാനായക, 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 തൂഫാനായക. സരോജം ആ ഫോണൊന്നും എടുത്ത് ആരാണെന്ന് നോക്കിയേ. ഞാൻ ഈ കണക്കൊന്ന് നോക്കട്ടെ. അച്ഛനടുത്ത് നോക്കിയാലെന്താ, ഞാനിവിടെ ഓരോ ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. ആ വന്നിപ്പോ അനുസരണ ഇല്ലാതായല്ലേ. ഹലോ, ആരാ? ഞാനാ സരോജം, ഗായത്രി ദേവി. അയ്യോ, അമ്മയായിരുന്നോ? ഇതേ മോളുടെ അച്ഛന്റെ ഫോണായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടിയില്ല. ക്ഷമിക്കണേ അമ്മേ. അമ്മേ സുഖല്ലേ? ആ സുഖം. സരോജത്തിന് സുഖമല്ലേ? ആ സുഖാണമ്മേ. ശ്രീലക്ഷ്മിക്ക് എങ്ങനെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സുഖായിട്ടിരിക്കുന്നു. ഡോക്ടർ വന്ന് നോക്കിയ കാര്യം സാറ് പറഞ്ഞറിഞ്ഞു കാണുമല്ലോ. ആ അറിഞ്ഞു. അതെ, ഞാനൊരു കാര്യം പറയാനാ ഇപ്പൊ വിളിച്ചത്. പറഞ്ഞോളൂ അമ്മേ. ശ്രീലക്ഷ്മിയെ ഇന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജോത്സ്യനെ കൊണ്ട് സമയം നോക്കിപ്പിച്ചു. ഇന്ന് 4:30-ക്ക് ശേഷം നല്ല സമയമാണെന്നാ ജോത്സ്യര് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ തറവാട്ടിലൊക്കെ ശാന്തി മുഹൂർത്തത്തിന് സമയം നോക്കാറുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ജോത്സ്യനെ കൊണ്ട് നോക്കിപ്പിച്ചു. ശാന്തി മുഹൂർത്തത്തിന് നാളെ നല്ല സമയമാണെന്നാ ജോത്സ്യൻ പറഞ്ഞത്. ഇന്ന് ശ്രീലക്ഷ്മി ഇങ്ങോട്ട് അയക്കാൻ അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലമ്മേ, എപ്പോഴായാലും അവൾ അവിടെ വരേണ്ടതല്ലേ. അത് ശരിയാ. എന്നാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കണമല്ലോ. സുദർശനോടും കൂടി ചോദിക്കൂ. മോളുടെ അച്ഛൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ കൊടുക്കാം. ശ്രീടച്ച, രവിസാറിന്റെ അമ്മയാ. മോളെ ഇന്ന് വൈകുന്നേരം കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കാനാ വിളിച്ചത്. ആ നമസ്കാരം അമ്മ. നമസ്കാരം സുദർശൻ. സരോജിനിയമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. ആ പറഞ്ഞു. ശ്രീലക്ഷ്മിയെ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന് വിചാരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മേ. മോൾക്കിപ്പോ ഒരു കുഴപ്പമില്ല. ശരിയപ്പോ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ രവി അങ്ങോട്ട് വരും. ആയിക്കോട്ടെ അമ്മേ. എന്താ ശ്രീടച്ച, എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ല സരോജം. എനിക്ക് മനസ്സിലായി, മോള് പോകുന്ന വിഷമല്ലേ. അവൾ അവിടെ സന്തോഷത്തോടെ കഴിയും, അത് പോരെ നമുക്ക്. നീ ഒരു ചായ എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. മാത്രമല്ല, ഇനി നടക്കാൻ പോകുന്ന ശുഭകാര്യങ്ങൾക്ക് സാന്ദ്ര കൂടി ഉണ്ടാവുന്നത് നല്ലതാ. ശ്രീലക്ഷ്മി ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കേറുമ്പോ അതിന് സാക്ഷിയായി സാന്ദ്രയും ഉണ്ടാവണം. അതെ, ഇനി കൂടുതൽ ഒന്നും ആലോചിക്കണ്ട മോള്. കുറച്ചു ദിവസം കൂടി ഓഫീസ് കാര്യങ്ങളിൽ നിന്ന് മോളെ ഒഴിവാക്കാൻ ഞാൻ രാജാറാമിനോടും രവിയോടും പറയാം. മോള് കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരാശ്വാസമാ. ശരിയമ്മേ. രവിയും ശ്രീലക്ഷ്മിയും വരാൻ സമയമായി. അവരെ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. ശരിയമ്മേ.
ഫാദറിലോ അവരെത്തി. സുകന്യ, ഗോപി, വാ, അവരെത്തി. ഒടുവില് കാത്തുകാത്തിരുന്ന പുതുമണവാളനും മണവാട്ടി എത്തി. കൂടെ ബോഡി ഗാർഡും ഉണ്ട്. ഇനി രവിസാറിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ സാറേ? അത് ഞാൻ സമയമാകുമ്പോ അറിയിക്കാം. ചേട്ടായി, ഇനി രാജാറാമനെ അങ്ങ് പിരിച്ചുവിട്ടേക്ക്. അയ്യോ രഘു സാർ, കഞ്ഞൂടി മുട്ടിക്കല്ലേ. ഗോപി, വലതുകാല് വെച്ച് അകത്തേക്ക് വാ മോളെ. അയ്യോ പേടിക്കണ്ട. ശ്രീലക്ഷ്മി ഇനി മുതല് ബ്രദറിലോയെ എന്താണ് വിളിക്കാൻ പോകുന്നതെന്ന് കൂടി പറഞ്ഞിട്ട് കേറിയാ മതി. ഞാനോ? അത് രവി സാറ്. ആ, രവി സാറൊക്കെ ഇങ്ങ് ഓഫീസില്, ഇവിടെ എന്ത് വിളിക്കും? അതാ അറിയേണ്ടത്. കേക്കട്ടെ. രേഖേ, മോളെ വിഷമിപ്പിക്കാതെ. അതൊക്കെ ശ്രീലക്ഷ്മി തീരുമാനിക്കും. ആദ്യം അകത്തേക്ക് കയറട്ടെ. ഓക്കെ ഓക്കെ. പാവം എന്നെ വേർക്കുന്നു. വന്നോളൂ. ആഹാരത്തിന്റെ മുമ്പിൽ നിന്ന് എണീപ്പിച്ചു വിടണമെങ്കിൽ മര്യാദക്ക് ഇരുന്ന് കഴിച്ചോണം. അവന്റെ ഒരു ഉണക്ക് ചിരി. ശ്രീലക്ഷ്മി, സത്യം പറ, ചേട്ടായിക്ക് വിളമ്പിക്കൊടുക്കാനുള്ള നമ്പർ അല്ലായിരുന്നോ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? അല്ല സർ, എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. വെരി ഗുഡ്. ഈ വാക്കുകളിലൂടെ ശ്രീലക്ഷ്മി നല്ലൊരു മരുമകളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. രേഖ, ഇത് നോക്കി പഠിച്ചോ കേട്ടാ. അതിന് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ വിളമ്പിത്തരാൻ സുകന്യയും ഗോപിയൊക്കെ ഉണ്ടല്ലോ. അതുമല്ല, എനിക്കിതൊന്നും ശീലമില്ല. ശ്രീലക്ഷ്മി ഒരു സാധാരണ വീട്ടിലെ കുട്ടിയല്ലേ, അതുകൊണ്ട് എല്ലാ ജോലിയും ചെയ്ത് ശീലം ഉണ്ടാവും. സോ ഡോണ്ട് കമ്പയർ us. ഇനി രഘുവിന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വിളമ്പിത്തരാം. അയ്യോ എന്റെ പൊന്നെ, വേണ്ടേ. മോളെ രേഖ,
വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കൊടുക്കുന്നതിൽ ഒരു കുറച്ചിലുമില്ല. അത് നമ്മുടെ കടമ കൂടിയാ. അത് മോള് മനസ്സിലാക്കണം. ഓ അമ്മ, അനിയത്തിക്കുട്ടിക്ക് ഇതൊന്നും ശീലമില്ല. പെട്ടെന്ന് ശീലങ്ങൾ മാറ്റാൻ പറ്റില്ലല്ലോ. അല്പം സമയം കൊടുത്ത അനിയത്തിക്കുട്ടി ഇതൊക്കെ ശീലിച്ചോളും. കറക്റ്റ് ബ്രദറിൻലോ. ബ്രദറിൻലോ എങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. എനിക്കും അവസരം താ, ഞാനും ഇതുപോലെ ഒക്കെ ചെയ്യാം. ശ്രീലക്ഷ്മി, തനിക്ക് വേണ്ട സർ, ഞാൻ എല്ലാരും കഴിച്ചിട്ട് കഴിച്ചോളാം. അയ്യോ ശ്രീലക്ഷ്മി, ഭർത്താവ് കഴിക്കുന്ന പ്ലേറ്റിൽ കഴിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇരിക്കണു. വാ. ഹലോ, അത് കണ്ടോ? ഭാര്യയ്ക്ക് എത്ര സ്നേഹത്തോടെയാ വിളമ്പി കൊടുക്കുന്നെന്ന് നോക്കി. അതിന് താൻ ചോറും ചപ്പാത്തിയൊന്നും അല്ലല്ലോ കഴിക്കുന്നേ. ദേ ഇതല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നല്ല. ശ്രീടച്ചൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല സരോജ. മോള് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടല്ലേ നമ്മുടെ കൂടെ ഇല്ലാത്തത്. കണ്ണടച്ചാലും അവളുടെ മുഖമാ മുന്നില്. അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് ഇടയ്ക്ക് പോയി മോളെ കാണാമല്ലോ. നമ്മളെക്കാൾ സങ്കടം മോൾക്കായിരിക്കും. അവള് 2 ദിവസം കഴിയുമ്പോ നമ്മളെ കാണാനായിട്ട് ഓടിയെത്തും. നോക്കിക്കോ. എടി സരോജം, നീ എന്തിനാ ഇവിടെ പാവിരിച്ച് കിടക്കുന്നത്? മോളുടെ റൂം കിടക്കാല്ലേ? ഇനി മുതൽ നീ അവിടെ കിടക്ക്. അപ്പോ അവള് കൂടെയുണ്ടെന്ന് തോന്നും. രവി, നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറക്കം വരാന്? 2 തടിമാടന്മാരല്ലേ കൂടെ കിടക്കുന്നത്. ഓ, അതാണോ പ്രശ്നം? അല്ലാതെ ശ്രീലക്ഷ്മി മാഡം അടുത്തില്ലാത്തതല്ല. ഓ, അപ്പൊ തനിക്ക് കാര്യം മനസ്സിലായി. അല്ല, താനെന്താ എന്നോട് ദേഷ്യപ്പെടുന്നേ? ഈ ശാന്തി മുഹൂർത്തമൊന്നും എന്റെ തലയിൽ ഉദിച്ച ബുദ്ധിയല്ല. മാത്രമല്ല, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ശാന്തി മുഹൂർത്തം എന്ന ഏർപ്പാട് ഈ രാജനന്ദിനി വിലാസത്തിൽ മാത്രമേ കാണൂ. ഓരോരോ ആചാരങ്ങൾ. ഒരു കാര്യം ചെയ്യാം, തനിക്ക് ഉറക്കം വരുന്നില്ലെങ്കിലേ ഞാനൊരു പാട്ട് പാടിത്തരാം. താൻ പാടിയ ഇന്ന് മാത്രമല്ല, അടുത്ത 6 മാസത്തേക്ക് എനിക്ക് ഉറക്കമേ വരില്ല. എങ്കിൽ ഹണിമൂണിന് എവിടെയൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്യാം. സ്വിറ്റ്സർലാൻഡ്, തായ്ലൻഡ്, സിംഗപ്പൂർ, അമേരിക്ക, കാശ്മീരിലായാലോ? ഇപ്പൊ നല്ല ക്ലൈമറ്റാ. എന്റെ പൊന്ന് രാജാറാമമ്മാവാ, താൻ ഇവിടുന്ന് എണീറ്റ് താഴത്തൊരു ഷീറ്റെങ്ങാനും വിളിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. മനുഷ്യൻ സ്വസ്ഥമായിട്ടൊന്ന് കിടക്കട്ടെ. ഓ, അത് ശരി. അപ്പൊ ഞാൻ അടുത്ത് കിടക്കുന്നതാ നിന്റെ സ്വസ്ഥത കിടല്ലേ? ശരി. ശ്രീലക്ഷ്മി എവിടെ പോയി?
സാന്ദ്ര 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 എന്താ? അതെ, ശ്രീലക്ഷ്മി കാണാനില്ല. ശ്രീലക്ഷ്മി ഇത് എവിടെ പോയി? എന്നോടാണോ ചോദിക്കുന്നത്? തന്നെയല്ലേ മാത്രമല്ല ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചത്. എന്നിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുന്നതാണോ ഉത്തരവാദിത്തം? എഴുന്നിട്ട് പോയി അന്വേഷിക്ക. ഓ അങ്ങനെ നീ ഇപ്പൊ സുഖിച്ചു കിടന്ന് ഉറങ്ങണ്ട. സർ, ഇത് അമ്മ അറിഞ്ഞാ ഞങ്ങളെ കൂടി വഴക്ക് പറയും. ശ്രീലക്ഷ്മി വരൂ. ഞങ്ങളിങ്ങനെ ഈ നക്ഷത്രങ്ങളൊക്കെ നോക്കി സംസാരിച്ച് ഇന്ന് എന്താന്നറിയില്ല, ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളാണ്. ഇപ്പോ ഞാൻ ശ്രീലക്ഷ്മിക്ക് കാണിച്ചു കൊടുക്കായിരുന്നു. കാർമേഘം മൂടിയില്ലെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ നാളെയും കാണും സർ. കറക്റ്റ്. സാൻഡ്ര നടന്നോളൂ, ഞങ്ങൾ വന്നോളൂ. ശ്രീലക്ഷ്മി വന്നിട്ടേ ഞാൻ വാതിലടയ്ക്കുന്നുള്ളൂ. സാറ് ശരിക്കും ചമ്മിയല്ലേ? ഞാനോ? എനിക്കങ്ങനെ തോന്നിയോ? നല്ല കാര്യായി, നല്ല കാര്യമായിട്ട് ചമ്മിയിട്ടുണ്ട്. അതേ ഈ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഉറക്കം പോയില്ലേ, ഇനി പുറത്തു പോയി നിന്ന് ഒറ്റയ്ക്ക് നക്ഷത്രമൊക്കെ നോക്കി നിക്ക്. ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. ഹലോ മാഡം, ആരെങ്കിലും ചായ ഇട്ട് കൈ കൊണ്ട് തന്നാ കുടിക്കാൻ എന്തൊരു സുഖമല്ലേ? കുടിക്ക് കുടിക്ക്, നല്ല എനർജി വരട്ടെ. ഓഫീസിൽ ചെന്ന് മറ്റുള്ളവരെ ഭരിക്കാനുള്ളതല്ലേ. പാവം ശ്രീലക്ഷ്മി, അവൾക്ക് ഇതുവരെ നിന്റെ സ്വഭാവം മനസ്സിലായിട്ടുമില്ല. അല്ലെങ്കിൽ ചായ പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് തരത്തില്ല. അല്ല, നിനക്ക് ഈ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എവിടെന്ന് ഒരു വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ അറിയാമോ? എന്തിന് ചൂലെടുത്ത് മുറിക്കകത്തൊന്ന് തൂക്കാനെങ്കിലും അറിയോ നിനക്ക്? അണിഞ്ഞൊരുങ്ങി 3 നേരവും മൃഷ്ടാനം ഭുജിക്കാൻ മാത്രം അറിയാം. കല്യാണം കഴിഞ്ഞ് പുതുപ്പെണ്ണ് വീട്ടില് താമസവുമായി. ഇനിയെങ്കിലും ഒന്ന് പൊത്തിയുടെ എവിടെന്ന്. കഷ്ടം. മോനെ രവി, അമ്മേ, ഞാൻ വന്നത് നിന്നോടൊരു കാര്യം സംസാരിക്കാനാ. ഇന്ന് ശാന്തി മുഹൂർത്ത ചടങ്ങുകൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വതന്ത്രരായി. ഇപ്പോ ശ്രീലക്ഷ്മിയുടെ വല്ലായ്മയൊക്കെ മാറി പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് പൂർണ്ണമായും വന്നു കഴിഞ്ഞു. ഇനി ശ്രീലക്ഷ്മിയെ പുറത്തേക്ക് എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടു പൊയ്ക്കൂടെ? റെസ്റ്റോറന്റിലോ സിനിമയ്ക്കോ എവിടേക്കെങ്കിലും കൂട്ടിക്കൊണ്ടു പോ. അല്ലെങ്കിൽ
ദൂര സ്ഥലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലോ മറ്റോ ശ്രീലക്ഷ്മിക്കും ആഗ്രഹം ഉണ്ടാകും. അമ്മേ, അമ്മയ്ക്ക് ശ്രീലക്ഷ്മി അറിയാത്തതുകൊണ്ട് അതിലൊന്നും താല്പര്യമുള്ള കുട്ടിയല്ല ശ്രീലക്ഷ്മി. ഞാനിപ്പോ അവളോട് ദുബായ് പോവാന്ന് ചോദിച്ചാ അവൾ പറയാ അവൾക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ മതിയെന്ന്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളമ്മേ. അതവളുടെ അന്നത്തെ സാഹചര്യം കൊണ്ടാവും. മാത്രമല്ല, അതൊക്കെ വിവാഹത്തിന് മുമ്പല്ലേ രവി. പെൺകുട്ടികളുടെ ജീവിതത്തിലേക്ക് ഭർത്താവ് കടന്നു വന്നു കഴിഞ്ഞാൽ അവർക്ക് പുതിയ പുതിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവരത് തുറന്നു പറയില്ല എന്ന് മാത്രം. ഭർത്താക്കന്മാര് അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കണം. സുകന്യ, ശ്രീലക്ഷ്മിയോട് നമ്മൾ വേറെ പറയും. ശരി സർ. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ശ്രീലക്ഷ്മിയോട് ചോദിക്കാം. ശ്രീലക്ഷ്മിയുടെ ആഗ്രഹം എന്താണോ അതുപോലെ തന്നെ ചെയ്യും. ഓക്കെ? ശരി. പക്ഷെ അവൾ നോ എങ്ങാനും പറഞ്ഞ പിന്നെ അമ്മ നിർബന്ധിക്കരുത്. അമ്മ ഒരു കാര്യം ആവശ്യപ്പെട്ട അതനുസരിച്ചല്ലേ ശീലമുള്ളൂ. അതുകൊണ്ട് പറഞ്ഞ എന്താ സർ വിളിച്ചത്? മരുമകൾ വീട്ടുജോലികളൊക്കെ ചെയ്ത് ക്ഷീണിക്കുന്നു എന്ന് അമ്മയ്ക്കൊരു പരാതിയുണ്ട്. അയ്യോ, അതിന് ഞാൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? സുകന്യ, യമുനയും അമ്മയൊക്കെ എന്നെന്തെങ്കിലും ജോലി ചെയ്യാൻ സമ്മതിച്ചാലല്ലേ ചെയ്യാൻ പറ്റൂ. ഇത്രയെന്ന് പറഞ്ഞാ വെറുതെ ഇരിക്കുന്നെ. ഞാനുടനെ ഓഫീസിലേക്ക് പോയാലൊന്നും ആലോചിക്കുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഞാൻ രവിയോട് പറയായിരുന്നു മോളെയും കൂട്ടി എവിടേക്കെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോകാൻ. രവി റെഡിയാ. മോൾ എന്തു പറയുന്നു? എങ്ങോട്ടാ പോണ്ടേന്ന് മോള് തീരുമാനിക്കണം. അത് ഈ ലോകത്തിന്റെ എവിടെയായാലും സാരമില്ല. അത് പിന്നെ പുറത്തെവിടെ പോവാനോ? ആ, ക്ഷേത്രത്തിൽ പോവാം. അതാണ്. എങ്ങനെയുണ്ട്? അല്ല മോളെ, അതൊരു നല്ല കാര്യമാ. പക്ഷേ ക്ഷേത്രത്തിൽ നമ്മൾ എപ്പോഴും പോകുന്നതല്ലേ. ഇന്നൊരു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു സിനിമയ്ക്കോ റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡൊക്കെയോ ഒന്ന് കഴിച്ചിട്ട് വാ. അല്ലെങ്കിൽ ദൂരേക്ക് എവിടേക്കെങ്കിലും നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരൂ. അയ്യോ അമ്മ, അതൊന്നും എനിക്ക് ശീലമില്ല. വീട്, ഓഫീസ്, ക്ഷേത്രങ്ങൾ അതൊക്കെ എനിക്കിഷ്ടം. മോള് പറഞ്ഞ ഈ സ്ഥലത്തൊക്കെ ആരെങ്കിലും ഹണിമൂണിന് പോവോ മോളെ? എന്തായാലും ശരി, കുറച്ചു സമയം ഇവിടെ ഇരുന്ന് നിങ്ങൾ രണ്ടാളും സംസാരിച്ചൊരു തീരുമാനമെടുക്ക. ചിലപ്പോ ഞാൻ നിൽക്കുന്നതുകൊണ്ടാവും മോൾക്ക് തുറന്നു പറയാൻ ഒരു മടി. ശരി മോളെ. ഇവിടെ സാറ് മുമ്പ് പറഞ്ഞതുപോലെ എനിക്ക് ആ മുറിയിൽ താമസിക്കൊന്നും വേണ്ട. പക്ഷേ ആ മുറി എനിക്കൊന്ന് തുറന്നു കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നെന്നെ തുറന്നു കാണിച്ചാ മതി. ആ മുറി എനിക്കൊന്ന് കാണുന്നെന്ന് വലിയ ആഗ്രഹം. ഇപ്പൊ എന്താ ശ്രീലക്ഷ്മി, തനിക്ക് ആ മുറി കാണണമെന്നൊരു തോന്നൽ? അയ്യോ, ഇപ്പോഴല്ല സർ. ആ മുറിക്ക് മുമ്പിലൂടെ നടക്കുമ്പോഴൊക്കെ എനിക്ക് അതിനകത്ത് എന്താണെന്ന് കാണാനുള്ള ആകാംക്ഷ ഉണ്ടാവാറുണ്ട്. ആരോ എന്നെ അകത്തേക്ക് ആകർഷിക്കുന്ന പോലെ, ആരോ വിളിക്കുന്നത് പോലെ. പിന്നെ സാറും രാജനന്ദിനി മാഡവും ഒരുമിച്ച് താമസിച്ച സ്ഥലല്ലേ, അതാ സർ. അതാ ഞാൻ ചോദിച്ചത്. സാറിന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട സർ. ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ശ്രീലക്ഷ്മി. ആ മുറി കേവലം 4 ചുവരുകൾ കൊണ്ട് മറച്ചുവെച്ച സാധാരണ മുറിയല്ല. അവിടെ രാജനന്ദിനിയുടെ ഓർമ്മകൾ ഉറങ്ങുന്നുണ്ട്. ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ എനിക്കുണ്ടാവുമ്പോൾ സമാധാനത്തിനായി ഞാൻ ആ മുറിയിൽ കയറിയിരിക്കാറുണ്ട്. ഇനി എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ എനിക്ക് നീയുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവായി നീ വന്നില്ലേ? ഇത് കൊള്ളാലോ രവി സാറേ. ഗായത്രി അമ്മ രവി സാറിനെ ഒരുക്കി റെഡിയാക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. പക്ഷേ സാറ് നേരത്തെ റെഡിയായി താത്തു നിന്ന് മുഷിഞ്ഞ് ബാൽക്കണിയിൽ വന്ന് നിൽക്കുന്നു. പ്രതിശ്രുത വധുവിനെയും കാത്തു. തുടങ്ങിയോ? ഞാനല്ല, നീയാ തുടങ്ങാൻ പോകുന്നത്. നല്ലൊരു പുതിയ കുടുംബജീവിതം. നീ എന്നെ കളിയാക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്?
അതെ, അത് സന്തോഷം കൊണ്ടാ. നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിച്ച ആൾക്കാർക്ക് മുന്നിൽ നീ ജയിച്ച് കാണിച്ചു കൊടുത്തതിന്റെ സന്തോഷം. അകലേണ്ട കാരണങ്ങൾ പലതും ഉണ്ടായിട്ടും നീ ശ്രീലക്ഷ്മിയെ ചേർത്ത് പിടിച്ചതിന്റെ സന്തോഷം. ശത്രുക്കളിൽ ഒന്നാമനായ ഗൗരിദാസ് ഇപ്പൊ ജയിലിൽ കിടന്ന് അഴിയണമെന്നു. ശത്രുക്കളുടെ കൂട്ടത്തിൽ കൂട്ടിയില്ലെങ്കിലും ശ്രീലക്ഷ്മിയെ പല തവണ അപായപ്പെടുത്താൻ ശ്രമിച്ച ത്രിവിക്രമൻ എന്ന നാലാംകിട ഫ്രോഡും ഇനി നിനക്കുണ്ടാവില്ല. ഇനിയുള്ള നിന്റെ ജീവിതത്തിന് തടസ്സം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ട് നിനക്കെതിരെ ഒന്നും ചെയ്യാനുള്ള കെൽപ്പ് ഇപ്പോഴില്ല എന്നർത്ഥം. ഒരു ചെറു വിരല് പോലും നിനക്കെതിരെ അനക്കാനാവാത്ത രീതിയിൽ ലോക്ക്ഡാണ് നിന്റെ ശത്രുക്കൾ. ഇനി രവിചന്ദ്രവർമ്മന് ഓർക്കാൻ ശത്രുക്കളേ ഇല്ല. സമാധാനത്തോടെ ഒരു പുതിയൊരു ജീവിതം തുടങ്ങാം, നിനക്കും നിന്റെ ശ്രീലക്ഷ്മിക്കും. ആ, കേരള ട്രഡീഷണൽ പാരവെപ്പും കുത്തിത്തിരിപ്പും US എന്ന് പഠിച്ചതായിരിക്കും അല്ലേ? രേഖ, മധുരൻലോ എന്തായി? ഒരുങ്ങിക്കഴിഞ്ഞോ? ആ, കഴിഞ്ഞോന്നോ? ദേ നോക്കിയേ മധുരൻലോ, എങ്ങനെയുണ്ട് മധുരൻലോയുടെ പുതിയ മരുമകള്? നോക്ക് എത്ര സുന്ദരിയായിരിക്കുന്നു. മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ ഒരുക്കിയതാ. നീ ഒരുക്കിയില്ലെങ്കിലും എന്റെ മോള് സുന്ദരിയാ. അത് ശരി, ഇത്രയും കഷ്ടപ്പെട്ട ഞാനപ്പോ പുറത്ത്. ദീർഘസുമംഗലി ഭവ. മോൾക്ക് എന്റെ ആശീർവാദം എപ്പോഴും ഉണ്ടാവും. ദേ, ഒരു കാര്യം അമ്മ മോളോട് നേരത്തെ ആവശ്യപ്പെടുകയാണ്. ഉടനെ തന്നെ അമ്മയുടെ കയ്യിൽ മോളൊരു പേരക്കുട്ടിയെ തരണം. എന്താ മദറിൻലോ ഈ പറയുന്നത്? ബ്രദറിൻലോയും ശ്രീലക്ഷ്മിയും കുറച്ചു നാള് ലൈഫൊക്കെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോരെ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? അപ്പൊ പിന്നെ ഒന്നാക്കണ്ട, 2 3 ഒക്കെ ആവാലോ, അല്ലേ ശ്രീലക്ഷ്മി? മാഡം, പാല്. സാന്ദ്ര, ഐശ്വര്യമായിട്ട് ഈ പാലെടുത്ത് ശ്രീലക്ഷ്മിയുടെ കൈ കൊടുത്ത്. എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതെ, സാന്ദ്ര എടുത്ത് തന്നോളൂ, ഇരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ എല്ലാം നിന്റെ കയ്യിൽ നിന്നും ശ്രീലക്ഷ്മിയുടെ കയ്യിൽ എത്തി. ഞാൻ പറഞ്ഞത് പാൽ ഗ്ലാസിന്റെ കാര്യ. ബ്രദറിൻലോയെ, മുറിയിൽ നിന്നെയും കാത്തിരിക്കുക. വാ ശ്രീലക്ഷ്മി, നമുക്ക് അങ്ങോട്ട് പോവാം. നോക്കി നിൽക്കാതെ വാ സാന്ദ്ര, നമുക്ക് ശ്രീലക്ഷ്മി മുറിയിലേക്ക് പറഞ്ഞു വിടണ്ടേ? കമോൺ, വാ. ഹലോ, എന്താ എന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ തന്നെ നിന്നുകളഞ്ഞത്? ഇനിയും എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ഇങ്ങോട്ടൊന്ന് വരാവോ? ആ, ഇങ്ങനെയാണെങ്കിലേ എന്റെ അടുത്ത് എത്തുമ്പോഴേക്ക് നേരം വെളുക്കുമെന്നാ തോന്നുന്നത്. ആഹാ, ഇതെന്താ സോഷ്യൽ ഡിസ്റ്റൻസിംഗാ? ഇത് ശരിയാവൂല.
സർ ഞാൻ ആലോചിക്കായിരുന്നു തന്നെ ആദ്യമായിട്ട് കണ്ട നിമിഷത്തെക്കുറിച്ച്. അവിടം മുതൽ ഇവിടം വരെ എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. ദാ ഇതുപോലെ അടുത്ത് കിട്ടാൻ. നാണം അല്പം ഓവറാണോ എന്നൊരു സംശയം. അല്ല, അത് നല്ലതാണ്. ആദ്യ രാത്രി പുതുമണവാട്ടി പാൽ ഗ്ലാസ് ഒക്കെയായി പൂവൊക്കെ വെച്ച് മണിയറയിൽ കാത്തിരിക്കുന്ന തന്റെ പുരുഷന്റെ അടുത്തേക്ക് വരുമ്പോ കുറച്ച് കൂടുതൽ നാണമാകാവുന്നതാണ്. ഇതുപോലുള്ള നാണത്തിൽ നിന്നാണ് പലരുടെയും ആദ്യരാത്രിയുടെ തുടക്കം. ഇതിപ്പോ സംസാരിച്ച് നേരം വിളിക്കുന്ന ലക്ഷണമാണ്. അതുകൊണ്ട് ഇനി സംസാരിക്കില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്നും ഓർമ്മിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നാണ് ഒരു പെണ്ണിന്റെ ആദ്യ ചുംബനം. അത് സ്വന്തം ഭാര്യയാകുമ്പോൾ അതിന് പ്രത്യേകതകൾ ഏറെയാണ്. എന്താ സരോജം, എന്തു പറ്റി? ശ്രീരച്ച, നമ്മുടെ മോള്. മോക്കെന്തു പറ്റി? ഒരു ദുസ്വപ്നം കണ്ടു ഞാൻ. നമ്മുടെ മോക്ക് എന്തോ ആപത്തുണ്ടായെന്ന മനസ്സ് പറയുന്നത്. നീ വെറുതെ രാത്രി ഓരോ സ്വപ്നവും കണ്ട് പിച്ചും പോയി പറയാ സരോജം. അവൾക്ക് അവിടെ എന്താ ആപത്തുണ്ടാവാൻ? അല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല. മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതാ, അല്ലെങ്കിൽ കരിക്കോത്തിയമ്മ എന്നെ ഇങ്ങനെ. കുറച്ചു ദിവസം കൊണ്ട് ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നില്ല, അതിന്റെ ക്ഷീണം ഉണ്ടാവും. താൻ ഭീകര ഉറപ്പ് വരും. ആണോ? അപ്പോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് തൽക്കാലം വേണ്ടെന്ന് വെച്ച് മനഃപൂർവ്വം താൻ ഉറക്കം അഭിനയിച്ചതാണോന്നാ ഇപ്പൊ എന്റെ സംശയം. സർ, ചുമ്മാ പറഞ്ഞാണ്. താൻ പോയി ഫ്രഷ് ചെല്ലു. സോറി സർ. എന്തിന്? സാറിന് ഇന്നലെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്? നമുക്കിനി എന്നും അങ്ങോട്ട് ഫസ്റ്റ് നൈറ്റ് അല്ലേ? ആ, അപ്പോ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാമേ. സരോജം, നീ വേഗം റെഡിയാവ്, നമുക്ക് മോളെ കാണാൻ പോവാം. ഇതല്ലേ നിനക്ക് എന്നോട് പറയാണ്ടായിരുന്നത്? മോളെ കുറിച്ചുള്ള ഒരു അമ്മയുടെ ആധി മനസ്സിലാക്കാത്ത ഒരു അച്ഛനെന്ന ദുഷ്പേര് എനിക്ക് വേണ്ട. ഇന്നലെ രാത്രി ഞാൻ തീരുമാനിച്ചതാ നിന്നെ കൊണ്ടുപോയി മോളെ ഒന്ന് കാണിക്കണമെന്ന്. അയ്യട മിടുക്ക, സത്യം പറ ശ്രീടച്ച, അതുകൊണ്ട് മാത്രമാണോ നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ സമ്മതിച്ചത്? എനിക്കറിയാം, എന്നെക്കാളും മോളെ കാണാനുള്ള ആഗ്രഹം നിങ്ങൾക്കാണ്. എന്നിട്ട് അത് എന്റെ തലയെ കൊണ്ടുവയ്ക്കുന്നു, അതല്ല സത്യം? ആ, അതിന് സത്യമില്ലാതില്ല. നീ കൂടി പറഞ്ഞപ്പോ എനിക്കും ഭയങ്കര ആഗ്രഹം മോളെ ഒന്ന് കാണണമെന്ന്. അവള് പോയിട്ടിപ്പോ 2 ദിവസം ആയുള്ളെങ്കിലും 2 വർഷമായ പോലെയാ. മാത്രല്ല, ഇന്ന് അഷ്ടമിയല്ലേ? അതും മോൾ ആ വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ടുള്ള ആദ്യത്തെ അഷ്ടമി. വയ്യാതെ വല്ലോ ആയാലോ? കരിക്കൂത്തിയമ്മയുടെ കുങ്കുമം തൊടിച്ചിട്ട് കൂടെ വരാലോ. എന്നാ പിന്നെ നീ ഇനിയും നിന്ന് കഥാപ്രസംഗം നടത്താതെ വേഗം പോകാനുള്ള വഴി നോക്ക്. അത് ശരിയാ, ഞാൻ മോക്ക് കൊണ്ടുപോകാൻ വേഗം ഇത്തിരി പലഹാരം ഉണ്ടാക്കട്ടെ. അപ്പോഴേക്കും നിങ്ങൾ പോയി കുളിച്ച് റെഡിയാവാൻ നോക്ക്. ശ്രീലക്ഷ്മി ഓഫീസിലേക്ക് വരുന്നില്ലേ? അതെന്താ സർ, ഞാനും വരാം ഓഫീസിലേക്ക്. താൻ വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ. 2-3 ദിവസം വീട്ടിലുണ്ടായാലേ ഇവിടുത്തെ അന്തരീക്ഷമായിട്ട് തനിക്കൊന്ന് ഇണങ്ങാൻ പറ്റൂ. അതല്ല സർ, ഞാനും. ശ്രീലക്ഷ്മി, കല്യാണ തിരക്കുകളൊക്കെ കഴിഞ്ഞ് അമ്മയും ഒന്ന് ഫ്രീ ആയതിപ്പോഴാണ്. താൻ അമ്മയോടൊപ്പം അല്പം ടൈം സ്പെൻഡ് ചെയ്യും. ശരി സർ. അങ്ങനെ വീട്ടിലിരുന്ന് ശീലിച്ച ശ്രീലക്ഷ്മിക്ക് ഓഫീസ് വർക്ക്സിലെ ടച്ച് പോവില്ലേ ബ്രദറല്ലോ? അങ്ങനെയൊന്നും ഇല്ല നെത്തിക്കുട്ടി. വീട്ടിലാണെങ്കിലും ഓഫീസ് റിലേറ്റഡ് വർക്കുകൾ ശ്രീലക്ഷ്മിക്ക് ചെയ്യാലോ. അത് ശരിയാ, ശ്രീലക്ഷ്മി വർക്കഹോളിക് ആണല്ലോ. എപ്പോ വേണേലും ഓഫീസിൽ പോയി ജോലി ചെയ്യാം.
ശ്രീലക്ഷ്മി വേഗം പോവാൻ നോക്ക് കേട്ടോ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ക്ലാവ് പിടിക്കും. വാ രഘു, നമുക്ക് ഇറങ്ങാം. എന്നെ ബ്യൂട്ടി പാർലറിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. വാ. ശരി. രവി, ഒരു മിനിറ്റ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സാന്ദ്ര ഫ്ളാറ്റിലേക്ക് ഷിഫ്റ്റായി. ഞാൻ ഒരുപാട് നിർബന്ധിച്ചു നോക്കിയെങ്കിലും കൂട്ടാക്കിയില്ല. അതിരാവിലെ തന്നെ ലഗേജുമായി ഇറങ്ങിപ്പോയി. അതെന്താ അമ്മേ ആരോടും പറയാതെ സാന്ദ്ര മാഡം പോയത്? എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് ഇറങ്ങിപ്പോവാനും മാത്രം എന്താ വേണ്ടത്? അറിയില്ല രവി, എന്തെങ്കിലും കാര്യത്തിന് ഹേർട്ടായതാണോ അതോ ഇവിടെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടായതാണോ എന്നൊന്നും അറിയില്ല. ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. പക്ഷേ ആ കുട്ടി ആകെ വിഷമിച്ച ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പോകാതെ പിന്നെ രേഖ കൊടുത്ത ടോർച്ചർ അങ്ങനത്തേതല്ലേ. എന്റെ അടുത്ത് പിടിച്ചു നിൽക്കാനൊക്കെ അവർക്ക് പറ്റുമോ? സാന്ദ്ര സാധാരണ അങ്ങനെ ക്വിക്ക് ഡിസിഷൻസ് ഒന്നും എടുക്കുന്ന ആളല്ലല്ലോ. സിറ്റുവേഷൻസ് ഇങ്ങനെ ക്വിക്കായി മാറിക്കൊണ്ടിരിക്കുമ്പോ ആരായാലും ക്വിക്ക് ഡിസിഷൻസ് എടുത്തു പോവും രഘു. അല്ല, സാന്ദ്രയുടെ ലൈഫ് സാന്ദ്രയുടെ ഇഷ്ടങ്ങൾ. നമ്മൾ എന്തിനാ അതൊക്കെ ആലോചിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ഈ സാന്ദ്ര എന്ന് പറയുന്ന കക്ഷി ഒന്നാമത് ഒരു ഫാമിലിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്ന ആളേ അല്ല.